പരിശുദ്ധ പരമദിവ്യകാരുണീശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയുണ്ടായിരിക്കട്ടെ. വിശുദ്ധ പൗലോസ് അപ്പസ്തോലൻ കൊരിന്ത്യക്കാർക്ക് എഴുതിയ 1-ാം ലേഖനം 13-ാം അധ്യായം 4 മുതലുള്ള തിരുവചനങ്ങൾ. സ്നേഹം ദീർഘക്ഷമയും ദയയുമുള്ളതാണ്. സ്നേഹം അസൂയപ്പെടുന്നില്ല, ആത്മപ്രശംസ ചെയ്യുന്നില്ല, അഹങ്കരിക്കുന്നില്ല, സ്നേഹം അനുചിതമായി പെരുമാറുന്നില്ല, സ്വാർത്ഥം അന്വേഷിക്കുന്നില്ല, കോപിക്കുന്നില്ല, വിദ്വേഷം പുലർത്തുന്നില്ല, അത് അനീതിയിൽ സന്തോഷിക്കുന്നില്ല, സത്യത്തിൽ ആഹ്ലാദം കൊള്ളുന്നു. സ്നേഹം സകലതും സഹിക്കുന്നു, സകലതും വിശ്വസിക്കുന്നു, സകലതും പ്രത്യാശിക്കുന്നു, സകലത്തെയും അതിജീവിക്കുന്നു. സ്നേഹമൊരിക്കലും അവസാനിക്കുന്നില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കരങ്ങളുയർത്തി വീശിക്കൊണ്ട് പറയാം, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അടുത്തിരിക്കുന്നവരെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞ് ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ ഇന്നത്തെ എല്ലാ ശുശ്രൂഷകളെയും സമർപ്പിച്ചുകൊണ്ട് പറയാം ഹല്ലേലൂയ. സ്വരമുയർത്തി പറയാം ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളെക്കുറിച്ചാണ്. അതിലൊന്നാമത്തെ ഫലമാണ് സ്നേഹമെന്നുള്ളത്. സ്നേഹത്തിൻ്റെ വിവിധ ഗുണങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഓരോ ആഴ്ചയിലും പഠിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ആഴ്ച നമ്മൾ പഠിച്ചു സ്നേഹം കോപിക്കുന്നില്ല. അപ്പോൾ എന്താണ് കോപം? ഇന്ന് നമ്മൾ പഠിക്കുവാൻ പോകുന്നത് കോപത്തിൻ്റെ പരിണിത ഫലങ്ങളെക്കുറിച്ചാണ്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കണ്ടു എന്താണ് കോപമെന്ന്. നമുക്കുള്ള ഒരു ഇഷ്ടക്കേട്, ഒരു വ്യക്തിയോടോ ഏതെങ്കിലും ആശയങ്ങളോടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കാര്യത്തോടോ ഉള്ള ഇഷ്ടക്കേട്, നമ്മുടെ എതിർപ്പ്, നമ്മുടെ വിയോജിപ്പ് തീവ്രമായ രീതിയിൽ നമ്മൾ പ്രകടിപ്പിക്കുന്നതിനെയാണ് കോപമെന്ന് വിളിക്കുന്നത്. അത് നമ്മുടെ ഉള്ളിൽ രൂപപ്പെടുന്നു, അത് പുറത്തേക്ക് നമ്മൾ പ്രകടിപ്പിക്കുന്നതിൻ്റെ രീതിയിലാണ് അതിൻ്റെ ഏറ്റക്കുറച്ചിലുകളൊക്കെ അടങ്ങിയിരിക്കുന്നത്, അതിൻ്റെ വ്യാപ്തി അടങ്ങിയിരിക്കുന്നത്. പിന്നീട് നമ്മൾ പറഞ്ഞു 2 തരത്തിലുള്ള കോപമുണ്ട്. അതായത് റൈറ്റ്യസ് ആങ്കറും അൺറൈറ്റ്യസ് ആങ്കറും, അതായത് ന്യായമായ കോപവും അന്യായമായ കോപവും ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു. ന്യായമായ കോപം ഒരാളുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടുള്ള കോപമാണ്. അതിനകത്ത് ഒത്തിരിയേറെ പോസിറ്റീവ് എനർജി അടങ്ങിയിട്ടുണ്ട്, ഒരാളെ തിരുത്തുന്നതിന് വേണ്ടി. അത് സ്നേഹത്തിൽ നിന്ന് വരുന്ന കോപമാണ്. അതുപോലെ അന്യായമായ കോപം, അതിൽ നിന്ന് പുറപ്പെടുന്ന ഊർജമെന്ന് പറയുന്നത് നെഗറ്റീവ് എനർജിയാണ്. അതൊരാളുടെ നന്മയല്ല ആഗ്രഹിക്കുന്നത്, ഒരാളെ നശിപ്പിക്കുന്ന, ഒരാളെ തളർത്തുന്ന കോപമാണ്. പിന്നീട് നമ്മൾ ഈശോയുടെ ന്യായമായ കോപത്തെക്കുറിച്ചുള്ള ഒരു ഭാഗം നമ്മൾ കണ്ടു. യേശു ജെറുസലേം ദേവാലയത്തിൽ പ്രവേശിച്ച് അവിടെ ക്രയവിക്രയം ചെയ്തുകൊണ്ടിരുന്നവരെ ശാസിച്ചുകൊണ്ട് ചാട്ടവാറെടുത്ത് അടിച്ചോടിക്കുകയാണ്. അപ്പോൾ അവിടെ യേശുവിൻ്റെ കോപം ഒരു ന്യായമായ കോപമായിട്ടാണ് നമ്മൾ കണ്ടത്. അതുപോലെ പുറപ്പാടിൻ്റെ പുസ്തകത്തിൽ നമ്മൾ മോശയുടെ കോപത്തെക്കുറിച്ച് നമ്മൾ കണ്ടു. മോശയുടെ കോപം ആളിക്കത്തി അവൻ കൽപ്പലകൾ വലിച്ചെറിഞ്ഞ് മലയുടെ അടിവാരത്തിൽ വെച്ച് അവ തകർത്തു കളഞ്ഞു. കാരണം ഇസ്രായേൽ ജനം സത്യദൈവത്തിൽ നിന്നും പിന്തിരിഞ്ഞ് കാളക്കുട്ടിയെ ആരാധിക്കുവാനായിട്ട് തുടങ്ങിയപ്പോഴാണ് മോശ കോപം കൊണ്ട് ജ്വലിച്ചത്. അതിനുശേഷം നമ്മൾ അൺറൈറ്റ്യസ് ആങ്കറിനെ കുറിച്ചുള്ള ഒരു ന്യായമല്ലാത്ത, നീതിപൂർവമല്ലാത്ത കോപത്തിൻ്റെ ഉദാഹരണം നമ്മൾ കണ്ടു. അത് ധൂർത്തപുത്രൻ്റെ കഥയിലെ ആ മൂത്തവൻ്റെ ജ്യേഷ്ഠൻ്റെ കോപത്തെക്കുറിച്ചാണ് കണ്ടത്.
അവൻ കോപിച്ച് അകത്ത് കയറാൻ വിസമ്മതിച്ചു. കാരണം അവൻ ഇഷ്ടപ്പെടാത്ത ഒരു കാര്യം അവിടെ സംഭവിച്ചു. അതുകൊണ്ട് അവൻ നാളിത്രയും ഇല്ലാതിരുന്ന പരിഭവവും അതുപോലെ അവൻ്റെ കുറ്റപ്പെടുത്തലും പ്രതിഷേധവുമൊക്കെ ആവശ്യമില്ലാത്ത ഡയലോഗുകളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് അപ്പനെതിരായിട്ട് അവൻ കോപിക്കുന്നു നമ്മൾ കണ്ടു. അവൻ്റെ ആ കോപം നീതിപൂർവമല്ലാത്തൊരു കോപമായിരുന്നു, ഒരു അൺറൈറ്റ്യസ് ആങ്കർ ആയിരുന്നു. അതുപോലെ പിന്നീട് നമ്മൾ ഏലിയാ പ്രവാചകന്റെ കോപത്തെക്കുറിച്ച് കണ്ടു. ഏലിയാ പ്രവാചകന്റെ കോപം, ഏലിയ കോപിച്ചത് തൻ്റെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടല്ല. അവന്റെ കോപത്തിന് കാരണം സത്യദൈവത്തോടുള്ള തീക്ഷ്ണതയാണ്. തിന്മ പെരുകുന്ന ജനങ്ങളിൽ തിന്മ പെരുകി എല്ലാവരും സത്യദൈവത്തെ വിട്ടുപേക്ഷിച്ചുകൊണ്ട് ബാലിന്റെ വിഗ്രഹങ്ങളെ ആരാധിക്കുവാനായിട്ട് തുടങ്ങി. അപ്പോൾ അതുകൊണ്ട് ജനങ്ങളെ തിന്മയിലേക്ക് നയിക്കുന്നവരെ വെച്ചു പൊറുപ്പിക്കുകയില്ല എന്നൊരു തീരുമാനത്തോടെയാണ് ബാലിന്റെ എല്ലാ പ്രവാചകന്മാരെയും അഷേറയുടെ എല്ലാ പ്രവാചകന്മാരെയും കൊന്ന് ആ കോപം പ്രകടമാക്കുന്ന ഏലിയായുടെ കോപത്തെ നമ്മൾ വിശേഷിപ്പിക്കുന്നത് നീതിപൂർവകമായ കോപം എന്നാണ്. പിന്നീട് നമ്മൾ അവസാനമായിട്ട് യോനാ പ്രവാചകന്റെ കോപത്തെക്കുറിച്ച് കണ്ടു. അത് ഒരു അൺറൈറ്റ്യസ് ആങ്കറായിരുന്നു, നീതിപൂർവമല്ലാത്തൊരു കോപം. അപ്പോൾ അസംതൃപ്തനും കുപിതനുമായ യോനായോട് ദൈവം ചോദിക്കുകയാണ്, നീ എന്തുകൊണ്ടാണ് കോപിക്കുന്നത്? അപ്പോൾ യോനായുടെ കോപത്തിന്റെ കാരണമെന്ന് പറയുന്നത് ദൈവം അവരുടെ പേർ നടപ്പാക്കുമെന്ന് പറഞ്ഞ കാര്യം ദൈവം നടപ്പാക്കിയില്ല. ദൈവം അവരോട് കരുണ കാണിച്ചു, അവരെ രക്ഷിച്ചു. ഇപ്പോൾ ഒരു വലിയ ജനതയുടെ നാശത്തിന് വേണ്ടി ആഗ്രഹിച്ചിരുന്ന പ്രവാചകൻ പ്രവചിച്ചതൊക്കെ തെറ്റായിപ്പോയി. ഇനി ഞാൻ മറ്റുള്ളവരുടെ മുഖത്തെങ്ങനെ നോക്കും? അതൊക്കെയായിരുന്നു അദ്ദേഹത്തിന്റെ പരാതി. അപ്പോൾ അവന്റെ കോപം അവൻ പൊട്ടിത്തെറി, ദൈവത്തിനെതിരായിട്ട് പൊട്ടിത്തെറിക്കുകയാണ്. കാരണം അവൻ ആഗ്രഹിച്ച കാര്യങ്ങളൊന്നും നടന്നില്ല. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്. നമ്മൾ ഇന്ന് പഠിക്കുവാനായിട്ട് പോകുന്നത് ഇപ്പൊ കോപത്തിന്റെ കാരണങ്ങളാണ് നമ്മൾ കണ്ടത്. ഓരോ വ്യക്തികളും എന്തുകൊണ്ടാണ് കോപിച്ചത്. ഇന്ന് നമ്മൾ പഠിക്കുവാൻ പോകുന്നത് കോപത്തിന്റെ പരിണിത ഫലങ്ങളെ കുറിച്ചാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. അതിലൊന്നാമത്തേത്, കോപം ഒരുവനെ കൊലപാതകത്തിലേക്ക് നയിക്കും. കോപം ഒരുവനെ കൊലപാതകത്തിലേക്ക് നയിക്കും. ഇപ്പോൾ കോപത്തിന്റെ ദൂഷ്യഫലങ്ങളെ കുറിച്ചുള്ള വിവരണം ഉൽപ്പത്തി പുസ്തകത്തിൽ ആദ്യ അധ്യായങ്ങളിലൊക്കെ തന്നെ നമ്മൾ കാണുന്നുണ്ട്, അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. 4-ാം അധ്യായം 1 മുതൽ 8 വരെയുള്ള തിരുവചനങ്ങളിൽ വ്യക്തമാണ്. കായേന്റെയും ആബേലിന്റെയും കഥയാണത്. ആ കഥ അവസാനിക്കുന്നത് ഇങ്ങനെയാണ്: അവർ വയലിലായിരിക്കുമ്പോൾ കായേൻ ആബേലിനോട് കയർത്ത് അവനെ കൊന്നുകളഞ്ഞു. കായേൻ ആബേലിനോട് കയർത്ത് അവനെ കൊന്നു. അപ്പോൾ കായേന് ആബേലിനോടുണ്ടായിരുന്ന അസൂയ ഇങ്ങനെ മൂത്ത് അത് കോപത്തിലും പിന്നീട് അത് കൊലപാതകത്തിലുമൊക്കെ അവസാനിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഈശോ കോപത്തെ കൊലപാതകത്തോടാണ് തുലനം ചെയ്യുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മളത് കണ്ടു. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 21ഉം 22ഉം തിരുവചനങ്ങളാണ്. അതിങ്ങനെയാണ്: കൊല്ലരുത്, കൊല്ലുന്നവൻ ന്യായവിധിക്കർഹനാകും എന്ന് പൂർവികരോട് പറയപ്പെട്ടതായി നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, സഹോദരനോട് കോപിക്കുന്നവൻ ന്യായവിധിക്കർഹനാകും. സഹോദരനോട് കോപിക്കുന്നവൻ ന്യായവിധിക്കർഹനാകും. ഒന്ന് കരമുയർത്തി പറഞ്ഞേ, സഹോദരനോട് കോപിക്കുന്നവൻ ന്യായവിധിക്കർഹനാകും. സ്വരമുയർത്തി പറഞ്ഞേ, സഹോദരനോട് കോപിക്കുന്നവൻ ന്യായവിധിക്കർഹനാകും. പ്രിയപ്പെട്ടവരെ, കൊലപാതകത്തിനുള്ള ശിക്ഷ തന്നെയാണ് കോപത്തിനും ലഭിക്കുന്നതെന്ന് യേശു ഇവിടെ നമ്മളെ പറഞ്ഞു പഠിപ്പിക്കുകയാണ്. അതായത് കൊലപാതകം പോലെ തന്നെ ഗൗരവമായിട്ടുള്ള ഒരു പാപമാണ് കോപം. ഇത് സംഭവിക്കുന്നത് എപ്പോഴാണ്? ഒരുവന്റെ ഉള്ളിൽ സ്നേഹം നഷ്ടപ്പെടുമ്പോഴാണ്. സ്നേഹത്തിന്റെ ശൂന്യതയിലാണ് ഇതൊക്കെ സംഭവിക്കുന്നത്.
അതുകൊണ്ടാണ് യേശു സ്നേഹമെന്ന കൽപ്പനയ്ക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരാൾക്ക് മറ്റൊരാളോടുള്ള ഇഷ്ടക്കേട് അയാളെ അസൂയയിലേക്കും, ഈ അസൂയ വളർന്ന് വെറുപ്പിലും വിദ്വേഷത്തിലുമൊക്കെ എത്തുന്നു. ചിലരൊക്കെ അത് അവിടെ അവസാനിപ്പിക്കും, വെറുപ്പിലും വിദ്വേഷത്തിലുമൊക്കെ അവസാനിപ്പിക്കും. അത് ആദ്യത്തെ സ്റ്റേജാണ്. ചിലര് രണ്ടാമത്തെ സ്റ്റേജിലേക്ക്, ഗൗരവകരമായ, കൂടുതൽ അപകടകരമായ ഒരു സ്റ്റേജിലേക്ക് അവർ വളരും. അതായത് കോപത്തിലേക്കും, ഈ കോപം വളർന്ന് പകയിലേക്കും പ്രതികാരത്തിലേക്കും അവർ എത്തിച്ചേരുന്നു. അങ്ങനെ അവസാനം പ്രതികാരത്തിന്റെ ഏറ്റവും ഗൗരവമായ പ്രവൃത്തി എന്ന് പറയുന്നത് എന്താണ്? കൊലപാതകമാണ്. അതിനപ്പുറത്ത് വേറൊന്നുമില്ല. അപ്പോൾ ഈ പകയെന്ന് പറയുന്ന ഒരുവന്റെ ഉള്ളിലുള്ളതാണ്. അത് പുറത്തേക്ക് പ്രകടിപ്പിക്കുന്നതാണ് പ്രതികാരം എന്ന് പറയുന്നത്. ഉള്ളിലുള്ള ഈ പക പുറത്തേക്ക് പ്രതികാരമായിട്ട് നമ്മൾ പ്രകടിപ്പിക്കുന്നു. അതിൻ്റെ ഏറ്റവും ഗൗരവമായ ഒരു സ്റ്റേജാണ് കൊലപാതകത്തിൽ എത്തിച്ചേരുക എന്നുള്ളത്. പ്രിയപ്പെട്ടവരെ, കായേൻ ആബേലിനെതിരെ കോപിച്ച് അവനെ കൊന്നത് പോലെ തന്നെയാണ് അസൂയമൂത്ത പ്രധാന പുരോഹിതന്മാരും ശ്രേഷ്ഠന്മാരും ജനപ്രമാണികളും നിയമജ്ഞരും യേശുവിനെതിരെ കോപിച്ച് അവനെ കുരിശിൽ തറച്ചു കൊന്നത്. ഒരു ഇഷ്ടക്കേട് അവർക്ക് എപ്പോഴും യേശുവിനെതിരായിട്ടുണ്ടായിരുന്നു. അവന്റെ പ്രവർത്തികളോട്, അവൻ ചെയ്യുന്ന രീതികളോട് അവരെപ്പോഴും ഒരു അതൃപ്തി മനസ്സിൽ വെച്ച് സൂക്ഷിച്ചിരുന്നു. അധികാരമുള്ളവനെ പോലെയുള്ള അവന്റെ പ്രബോധനങ്ങൾ, വ്യത്യസ്തമായ അവന്റെ കാഴ്ചപ്പാടുകൾ, അവയെല്ലാം അസൂയയോടും വെറുപ്പോടും കൂടെ അവർ ചോദ്യം ചെയ്തു. അവൻ ചെയ്ത എല്ലാ പ്രവൃത്തികളിൽ പോലും അവർ കുറ്റവും കുറവുമൊക്കെ കണ്ടുപിടിച്ച് ആരോപിച്ച് അവനെ ഇല്ലാതാക്കാൻ അവസരം അന്വേഷിച്ച് കാത്തിരുന്നു. ഒടുവിൽ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചും അധികാരികളെ സ്വാധീനിച്ചും അവർക്ക് അനുകൂലമായ ഒരു വിധി അവർ നേടിയെടുത്തു. അവനെ അവർ കുരിശിൽ തറച്ചു കൊന്നു. ആബേലിന്റെ മരണം നീതിമാന്റെ മരണമായിരുന്നത് പോലെ യേശുവിന്റെ മരണവും നീതിമാന്റെ മരണമായിരുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, അതുപോലെ തന്നെ അപ്പസ്തോല പ്രവർത്തനം 7-ാം അധ്യായത്തിൽ മറ്റൊരു കൊലപാതകത്തിന്റെ കഥ കൂടി നമ്മൾ വായിക്കുന്നുണ്ട്. ആത്മാവിൽ നിറഞ്ഞ് ശുശ്രൂഷ ചെയ്തിരുന്ന സ്റ്റെഫാനോസിന്റെ ധീരമായ രക്തസാക്ഷിത്വത്തിന്റെ കഥയാണത്. അവനോട് ഹൃദയത്തിൽ അസൂയയും കോപവും മൂത്ത ജനപ്രമാണികളും പുരോഹിത പ്രമുഖന്മാരുമാണ് അവന്റെ കൊലപാതകത്തിന് കാരണമായി തീർന്നത്, അവന്റെ ദാരുണമായ മരണനിദ്രയ്ക്ക് വഴിയൊരുക്കിയത്. അപ്പസ്തോല പ്രവർത്തനം 7-ാം അധ്യായം 54 മുതൽ 60 വരെയുള്ള തിരുവചനങ്ങളിൽ നമ്മൾ അവന്റെ കൊലപാതകത്തെക്കുറിച്ച്, അവന്റെ മരണത്തെക്കുറിച്ച് വായിക്കുന്നുണ്ട്. അതിങ്ങനെയാണ്: അവർ സ്റ്റെഫാനോസിന്റെ പ്രസംഗം കേട്ടപ്പോൾ അവന്റെ നേരെ കോപാക്രാന്തരായി പല്ലുകടിച്ചു. പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് സ്റ്റെഫാനോസ് പറഞ്ഞു, ഇതാ സ്വർഗം തുറന്നിരിക്കുന്നതും മനുഷ്യപുത്രൻ ദൈവത്തിന്റെ വലതുഭാഗത്ത് നിൽക്കുന്നതും ഞാൻ കാണുന്നു. അവർ ഉച്ചത്തിൽ ആക്രോശിച്ചുകൊണ്ട് ചെവി പൊത്തുകയും അവന്റെ നേരെ ഒന്നാകെ പാഞ്ഞെടുക്കുകയും ചെയ്തു. അവർ അവനെ നഗരത്തിന് പുറത്താക്കി കല്ലെറിഞ്ഞു. അവൻ മുട്ടുകുത്തി വലിയ സ്വരത്തിൽ അപേക്ഷിച്ചു, കർത്താവേ, ഈ പാപം അവരുടെ മേൽ ആരോപിക്കരുതേ. ഇത് പറഞ്ഞ് അവൻ മരണനിദ്ര പ്രാപിച്ചു. പ്രിയപ്പെട്ടവരെ, ഒരാൾ നമ്മളോട് കോപിക്കുമ്പോൾ നമ്മൾ ഉച്ചത്തിൽ പറയുന്നത് എന്താണ്? ഭർത്താവ് നിങ്ങളോട് കോപിക്കുമ്പോൾ നിങ്ങൾ എന്താണ് ഉച്ചത്തിൽ പറയുന്നത്? എന്ത് പറയും? മുട്ടുകുത്തി എന്ന് പ്രാർത്ഥിക്കുമോ ഉച്ചത്തിൽ? ഭർത്താവ് പറഞ്ഞതിന്റെ ഒരു 3-4 ഇരട്ടിയായിട്ട് നമുക്കറിയാവുന്ന ഭാഷയിൽ നമ്മൾ പ്രതികരിക്കും. അങ്ങനെയല്ലേ ചെയ്യുന്നത്? കാരണം നമുക്ക് ജയിക്കണ്ടേ.
തോറ്റുകൊടുക്കുന്ന സ്വഭാവം നമുക്കില്ലല്ലോ. ഇവിടെ സ്റ്റെഫാനോസ് മുട്ടുകൊത്തി വലിയ സ്വരത്തിൽ, കർത്താവേ, ഈ പാപം അവരുടെ മേൽ ആരോപിക്കരുതെന്ന് പറഞ്ഞ് അവൻ മരണനിദ്ര പ്രാപിച്ചു. പ്രിയപ്പെട്ടവരെ, കോപത്തിന്റെ കാഠിന്യമാണ് ഈ ഒരു വചനഭാഗം എടുത്തു കാണിക്കുന്നത്. സ്റ്റെഫാനോസിന്റെ ഒരു അധ്യായം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന പ്രസംഗമാണ് അദ്ദേഹത്തിന്റെ. ഒരു അധ്യായം മുഴുവൻ, അതിന്റെ അവസാനമാണ് നമ്മളിത് കാണുന്നത്. അവന്റെ നേരെ കോപാക്രാന്തരായി പല്ല് കടിച്ചു. പല്ല് കടിക്കുന്നവരെ കണ്ടിട്ടില്ലേ? കടിക്കാറുണ്ടോ? അങ്ങനെ പല്ല് കടിക്കാറുണ്ട്. പല്ല് കടിച്ചു കോപിക്കുന്നത് അതാണ് വചനം പറയുക. കോപാക്രാന്തരായി അവന്റെ നേരെ പല്ല് കടിച്ചു. വീണ്ടും ഉച്ചത്തിൽ ആക്രോശിച്ചുകൊണ്ട് ചെവി പൊത്തി. അവന്റെ നേരെ പാഞ്ഞെടുത്തു, അവനെ കല്ലെറിഞ്ഞു. ഇതൊക്കെ ആ കോപത്തിന്റെ തീവ്രതയെ, കാഠിന്യത്തെ എടുത്തു കാണിക്കുന്നതാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, കോപം കൊലപാതകത്തിലേക്ക് നയിച്ചതിന്റെ മറ്റൊരു കഥയാണ് മോശയുടെ ജീവിതത്തിന്റെ ആദ്യ ഭാഗത്ത് നമ്മൾ കാണുന്നത്. പുറപ്പാടിന്റെ പുസ്തകം 2-ാം അധ്യായം 11-12 തിരുവചനങ്ങളാണ്. മോശ ഒരിക്കൽ തന്റെ സഹോദരരെ സന്ദർശിക്കുവാൻ പോയി. അവൻ അവരുടെ കഠിനാധ്വാനം നേരിൽ കണ്ടു. തത്സമയം സ്വജനത്തിൽപ്പെട്ട ഒരു ഹെബ്രായനെ ഒരു ഈജിപ്തുകാരൻ പ്രഹരിക്കുന്നത് കണ്ടു. അവൻ ചുറ്റും നോക്കി, ആരുമില്ലെന്ന് കണ്ടപ്പോൾ ആ ഈജിപ്തുകാരനെ കൊന്ന് മണലിൽ മറവു ചെയ്തു. ആരുമില്ലാത്തപ്പോഴാണ് ചെയ്തു. ഇന്ന് നടക്കുന്ന കൊലപാതകങ്ങളൊക്കെ എങ്ങനെയാ? പട്ടാപ്പകൽ എല്ലാവരുടെ മുമ്പിൽ വെച്ചാണ് നടക്കുന്നത്. അത്രമാത്രം ധൈര്യമാണ്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, കോപം ഒന്നാമതായിട്ടൊരുവനെ കൊലപാതകത്തിലേക്ക് കൊണ്ടുവന്നെത്തിക്കുന്നു, കൊലപാതകത്തിന് കാരണമാകുന്നു. രണ്ടാമതായിട്ട് പ്രിയപ്പെട്ടവരെ, കോപം ദൈവത്തിന്റെ വാഗ്ദാനങ്ങളെ നഷ്ടപ്പെടുത്തുവാനായിട്ട് കാരണമാകുന്നു. ദൈവം പറഞ്ഞ വാഗ്ദാനങ്ങൾ നഷ്ടപ്പെടുത്തുന്നതിന് കോപം കാരണമാകുന്നു. അതാണ് രണ്ടാമത്തേത്. മോശയുടെ അനിയന്ത്രിതമായ കോപത്തിന്റെ ദൂഷ്യഫലം വിവരിക്കുന്ന മറ്റൊരു ഭാഗമാണ് സംഖ്യയുടെ പുസ്തകം 20-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത്. ജനത്തോട് നീരസവും നിരാശയും ദേഷ്യവും തോന്നിയ മോശ ദൈവകൽപ്പന അനുസരിച്ച് വെള്ളം പുറപ്പെടട്ടെ എന്ന് പാറയോട് ആജ്ഞാപിക്കുന്നതിന് പകരം ആ പാറമേൽ വടികൊണ്ടടിച്ച് 2 പ്രാവശ്യം ആഞ്ഞടിക്കുകയാണ്. അവൻ 2 പ്രാവശ്യം ആഞ്ഞടിച്ചുകൊണ്ട് അവൻ തന്റെ കോപമാണ് അവിടെ പ്രകടിപ്പിക്കുന്നത്. ദൈവം അവനോട് പാറയിൽ അടിക്കാനൊന്നും പറഞ്ഞില്ല, പാറയോട് ആജ്ഞാപിക്കുവാനാണ് പറഞ്ഞത്. പക്ഷേ ജനങ്ങളുടെ ഹൃദയകാഠിന്യ നിമിത്തം മോശ കോപിച്ചിട്ട് അവൻ തന്റെ കോപം പാറയിൽ അടിച്ചുകൊണ്ട് 2 പ്രാവശ്യം അടിച്ചുകൊണ്ട് പ്രകടിപ്പിക്കുകയാണ്. മോശയോട് ദൈവം കൽപ്പിച്ചത് എന്താണെന്ന് അവൻ മറന്നുപോയി. മറ്റെല്ലാ കാര്യങ്ങളും, ദൈവം കൽപ്പിച്ചിട്ടുള്ള മറ്റെല്ലാ കാര്യങ്ങളും അക്ഷരം പ്രതി അനുസരിച്ച മോശ കോപം കൊണ്ട് തിളച്ചു മറിഞ്ഞ സമയത്ത് ദൈവത്തെ അനുസരിക്കുവാനായിട്ട് മറന്നുപോകുക, ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ മറന്നുപോയി. തന്റെ കോപം മൂലം അനുസരണക്കേട് കാണിച്ച മോശയ്ക്ക് കഠിനമായ പ്രത്യാഘാതങ്ങൾ അനുഭവിക്കേണ്ടി വന്നു. അതിന്റെ പരിണിത ഫലം എന്തായിരുന്നു? അവന് വാഗ്ദാന ദേശത്ത് പ്രവേശിക്കുവാനായിട്ട് സാധിച്ചില്ല. അവന് കാലുകുത്താൻ, അതിനകത്ത് പ്രവേശിക്കുന്ന പോയിട്ട് കാലുകുത്താൻ പോലും ദൈവം അവനെ അനുവദിച്ചില്ല. അവൻ അവകാശപ്പെട്ടത് അവന് നഷ്ടമായി. പ്രിയപ്പെട്ടവരെ, ഗിരിപ്രഭാഷണത്തിൽ യേശു കൃത്യതയോടെ പറയുന്നുണ്ട്, ശാന്തശീലർ ഭാഗ്യവാന്മാർ, അവർ ഭൂമി അവകാശമാക്കും. കോപിക്കുന്നവർക്കല്ല, ശാന്തശീലർക്കാണ് ഭൂമി അവകാശമായിട്ട് ലഭിക്കുന്നത്. മോശ കോപിച്ചതുകൊണ്ട് അവന് ലഭിക്കേണ്ട ആ വാഗ്ദാന ഭൂമി നഷ്ടപ്പെട്ടു. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 5-ാമത്തെ തിരുവചനമാണ്, ശാന്തശീലർ ഭാഗ്യവാന്മാർ, അവർ ഭൂമി അവകാശമാക്കും.
ശാന്തത നഷ്ടപ്പെട്ട മോശയ്ക്ക് അവൻ അവകാശപ്പെട്ട വാഗ്ദാന ഭൂമിയിൽ കാലുകുത്താൻ പോലും സാധിച്ചില്ല. പ്രിയപ്പെട്ടവരെ, നമ്മുടെ മനസ്സിന്റെ ശാന്തത നഷ്ടപ്പെട്ട് അപരനുമായി കോപിക്കുന്നവരും കയർക്കുന്നവരുമായി നമ്മൾ മാറുമ്പോൾ നമുക്ക് നഷ്ടപ്പെടുന്നത് ദൈവം നമുക്ക് വേണ്ടി കരുതി വച്ചിരിക്കുന്ന ചില വാഗ്ദാനങ്ങളും ചില വാഗ്ദാന ദേശങ്ങളുമാണ്. പാപപൂർണമായ നിന്റെ കോപം നിനക്ക് ലഭിക്കേണ്ട സമൃദ്ധിയെയും സൗഭാഗ്യങ്ങളെയും അത് നിനക്ക് നഷ്ടപ്പെടുത്തുമെന്ന് നമ്മൾ ഓർമ്മയിൽ സൂക്ഷിക്കേണ്ടതാണ്. ഒരുമിച്ച് വിളിക്കാം, ഈശോയേ. സ്വരമുയർത്തി വിളിക്കാം, എളിമയോടെ വിളിക്കാം, കോപം വിട്ടുപേക്ഷിച്ചുകൊണ്ട് വിളിക്കാം, മനസ്സിന് ശാന്തത വേണമെന്ന ആഗ്രഹത്തോടെ വിളിക്കാം, അനുതാപത്തോടെ വിളിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഉള്ളിലുള്ള കോപം നമ്മെ അന്ധരാക്കുന്നു. കോപം ഒരുവനെ ദൈവകൽപ്പനകൾ അനുസരിക്കുന്നതിന് തടസ്സപ്പെടുത്തുന്നു. ദൈവത്തിന്റെ മാർഗനിർദ്ദേശങ്ങൾ അറിയുവാനും അത് പാലിക്കുവാനുമൊക്കെ കോപം നമുക്ക് എതിരായിട്ട് നിൽക്കും. എങ്ങനെയാണ് ദൈവവചനം പാലിക്കേണ്ടതെന്ന്, എങ്ങനെയാണ് ദൈവത്തെ അനുസരിക്കേണ്ടതെന്നും നമ്മൾ മറന്നുപോകാൻ കോപം കാരണമായി തീരുന്നു. കോപം കൊണ്ട് ചലിക്കുന്ന ഒരാൾ ദൈവത്തിന്റെ മഹത്വത്തെ കുറിച്ച് ഒരിക്കലും ചിന്തിക്കുന്നില്ല. അവൻ ദൈവകൽപ്പനയെ കുറിച്ച് ഓർക്കുന്നില്ല. കോപം മൂലമുണ്ടാകുന്ന പരിണിത ഫലങ്ങളെ കുറിച്ചും അവൻ ഓർക്കുന്നില്ല, ചിന്തിക്കുന്നില്ല. അയാൾ ചിന്തിക്കുന്നതും ഓർക്കുന്നതും എങ്ങനെ തൻ്റെ കോപത്തെ, തൻ്റെ ഇഷ്ടക്കേടിനെ എങ്ങനെ എത്ര മാരകമായി പുറത്തെടുക്കാമെന്നാണ്, എങ്ങനെ പ്രകടിപ്പിക്കാമെന്നാണ്, എങ്ങനെ തൻ്റെ കോപം മറ്റുള്ളവരോട് പ്രകടിപ്പിച്ച് തനിക്ക് വിജയിക്കാമെന്നാണ് അവർ ആഗ്രഹിക്കുന്നത്, നോക്കുന്നത്. ദേഷ്യപ്പെട്ടിരിക്കുന്ന ഒരു മകന് അല്ലെങ്കിൽ ഒരു മകൾക്ക് അപ്പൻ പറയുന്നത് എന്താണ് അല്ലെങ്കിൽ അമ്മ പറയുന്നത് എന്താണെന്ന് ശ്രദ്ധിക്കുവാനുള്ള മനസ്സുണ്ടാകുകയില്ല. അങ്ങനെയുള്ളവരോട് ഉപദേശിച്ചാൽ, അവരോട് കയർത്ത് സംസാരിച്ചാൽ അവരുടെ കോപമൊക്കെ പ്രതികാരമായും പകയായും മാറും. അതവരെ മറ്റു പല തിന്മകളിലേക്കുമൊക്കെ നയിക്കും. അങ്ങനെയുള്ള മക്കൾ ഏത് തരത്തിൽ പ്രതികരിക്കുമെന്നും എങ്ങനെ അവരുടെ കോപം പ്രകടിപ്പിക്കുമെന്നൊക്കെ അറിയണമെങ്കിൽ പ്രിയപ്പെട്ടവരെ, നമ്മൾ വാർത്തകൾ കേട്ടാൽ മതി, പത്രങ്ങൾ വായിച്ചാൽ മതി. നമ്മുടെ ശാന്തത നഷ്ടപ്പെട്ട് മറ്റുള്ളവരോട് കോപിക്കുന്നവരായി നമ്മൾ മാറുമ്പോൾ നമ്മൾ നഷ്ടപ്പെടുത്തുന്നത് നമ്മെക്കുറിച്ചുള്ള ദൈവത്തിന്റെ ആ വിലപ്പെട്ട പദ്ധതികളാണ്. നമ്മുടെ ഹൃദയത്തിൽ കോപം ജ്വലിച്ചുകൊണ്ടിരിക്കുമ്പോൾ, അവരിനോടുള്ള ഇഷ്ടക്കേടുകൾ നുരഞ്ഞു പൊന്തുമ്പോൾ, ഈശോ എന്താണ് പറഞ്ഞതെന്ന്, ഈശോ എന്താണ് പഠിപ്പിച്ചതെന്ന്, ഈശോ എന്താണ് നമ്മളോട് കൽപ്പിച്ചതെന്നൊക്കെ നമ്മൾ പലപ്പോഴും മറന്നു പോകുന്നു. തന്നെപ്പോലെ തന്റെ അയൽക്കാരെ സ്നേഹിക്കുന്നതിന് പകരം അയൽക്കാരെ ദ്രോഹിക്കുന്നവരായി, അവരെ മുറിവേൽപ്പിക്കുന്നവരായി, അവരുടെ ജീവിതത്തിലേക്ക് നാശം വരുത്തുന്നവരായി നമ്മളൊക്കെ മാറുകയാണ്. പ്രിയപ്പെട്ടവരെ, വീണ്ടും അവന്റെ വചനങ്ങൾ നമ്മുടെ മനസ്സിൽ കുറിച്ചിട്ട് നമുക്ക് ഓർക്കാം. ശാന്തശീലർ ഭൂമി അവകാശമാക്കും, കോപിക്കുന്നവർ വാഗ്ദാന ദേശത്ത് പ്രവേശിക്കുകയില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, മൂന്നാമതായിട്ട് കോപമൊരുവനെ സ്വന്തം പതനത്തിലേക്കും ദാരുണമായ അന്ത്യത്തിലേക്കും നയിക്കുന്നു. ഒന്നാമതായിട്ട് കോപം നമ്മളെ കൊലപാതകത്തിലേക്ക് നയിക്കുന്നു. 2, ദൈവത്തിന്റെ വാഗ്ദാനം നഷ്ടപ്പെടുത്തുന്നതിന് കോപം കാരണമാകുന്നു. മൂന്നാമതായി നമ്മുടെ കോപം നമ്മുടെ പതനത്തിലേക്കും ദാരുണമായ അന്ത്യത്തിലേക്ക് നയിക്കുന്നു. ദാവീദിന്റെ കോപവും അസൂയയും ദാവീദിനോട് കോപവും അസൂയയും വെച്ചു പുലർത്തുകയും അവനെ പലതവണ കൊല്ലാൻ ശ്രമിക്കുകയും ചെയ്തവരാണ് സാവൂൾ രാജാവ്.
ഈ വിനാശകരമായ കോപമുള്ള കൊലപാതക ചിന്തയുള്ള സാവൂൾ ഒരിക്കലും തന്റെ ദാരുണമായ അന്ത്യത്തെക്കുറിച്ച് അവൻ ഒരിക്കലും ചിന്തിച്ചില്ല. 1 സാമുവേൽ 31 അധ്യായം 1 മുതൽ 5 വരെയുള്ള തിരുവചനങ്ങൾ. ഫിലിസ്ത്യർ ഇസ്രായേലിനോട് യുദ്ധം ചെയ്തു. ഇസ്രായേൽ തോറ്റോടി, പലരും മരിച്ചു വീണു. ഫിലിസ്ത്യർ സാവൂളിനെയും അവന്റെ പുത്രന്മാരെയും അനുധാവനം ചെയ്ത് അവന്റെ പുത്രന്മാരായ ജോനാഥനെയും അബിനാദാബിനെയും മൽക്കീഷുവായെയും വധിച്ചു. വില്ലാളികൾ അവന്റെ രക്ഷാനിര ഭേദിച്ച് അവനെ മാരകമായി മുറിവേൽപ്പിച്ചു. സാവൂൾ തന്റെ ആയുധവാഹകനോട് പറഞ്ഞു, ഈ അപരിച്ഛേദിതർ എന്നെ അപമാനിക്കുകയും കുത്തിക്കൊല്ലുകയും ചെയ്യാതിരിക്കേണ്ടതിന് വാളൂരി എന്നെ കൊല്ലുക. പക്ഷെ അവർ അത് ചെയ്തില്ല. അവർ അത്യധികം ഭയപ്പെട്ടിരുന്നു. അതിനാൽ സാവൂൾ സ്വന്തം വാളിന്മേൽ വീണ് മരിച്ചു. സാവൂൾ മരിച്ചെന്ന് കണ്ടപ്പോൾ ആയുധവാഹകരും തന്റെ വാളിന്മേൽ വീണ് അവനോടുകൂടെ മരിച്ചു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, കോപിച്ചവരും വാളെടുത്തവരും വകവരുത്തിയവരുമൊക്കെ അതേ നാണയത്തിൽ തന്നെ തിരിച്ചടി നേരിട്ടിട്ടുണ്ടെന്ന് പലരുടെയും അതിദാരുണമായ ചരിത്രം നമുക്ക് മുമ്പിൽ തുറന്നു വെച്ചിരിക്കുന്ന ഒരു പാഠമാണ്. ഒരുവനുള്ളിൽ കരുതുന്ന കോപവും കയ്യിൽ സൂക്ഷിക്കുന്ന ആയുധവും അവരെ ജീവിതകാലം മുഴുവൻ സംരക്ഷിക്കുക ഇല്ല എന്നുള്ള സത്യം പ്രിയപ്പെട്ടവരെ നമ്മൾ തിരിച്ചറിയേണ്ടതാണ്. കോപിച്ചവരും വാളെടുത്തവരും മറ്റുള്ളവരുടെ പകയും പ്രതികാരത്തിനും വാളിനും ഇരയായി തീർന്ന് ചരിത്രമായതൊക്കെ നമ്മളൊക്കെ കണ്ടിട്ടുള്ളതാണ്, നമുക്ക് അനുഭവമുള്ളതാണ്. അതുകൊണ്ട് കോപിക്കുന്നവർ ഓർക്കട്ടെ, അവർ നാശത്തിന്റെയും പതനത്തിന്റെയും വഴിയിലൂടെയാണ് സഞ്ചരിക്കുന്നതെന്ന് അവരെന്നും ഓർക്കേണ്ടതാണ്. സ്നേഹമൊരിക്കലും കോപിക്കുന്നില്ല. ഒരുമിച്ച് പറയാം, സ്നേഹം കോപിക്കുന്നില്ല. സ്വരമുയർത്തി പറഞ്ഞ്, സ്നേഹം കോപിക്കുന്നില്ല. സന്തോഷത്തോടെ പറഞ്ഞ്, സന്തോഷം പോരാ. അടുത്തിരിക്കുന്നവരെ നോക്കിയിട്ട് പറഞ്ഞ്, ജീവിത പങ്കാളിയെ മനസ്സിലോർത്തുകൊണ്ടെന്ന് പറഞ്ഞ്, ഇത്തിരി കുറവുണ്ടല്ലേ? ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നാലാമതായിട്ട് കോപം ഒരുവനെ സ്വന്തം നാശത്തിലേക്ക് നയിക്കുന്നു. ഒന്നാമതായിട്ട് നമ്മൾ കണ്ടത് അത് കൊലപാതകത്തിലേക്ക് നയിക്കുന്നു. രണ്ടാമതായി ദൈവത്തിന്റെ വാഗ്ദാനങ്ങൾ കോപത്തിലൂടെ നഷ്ടപ്പെടുന്നു. മൂന്നാമതായിട്ട് സ്വന്തം പതനത്തിലേക്കും അന്ത്യത്തിലേക്കും കോപം ഒരുവനെ നയിക്കും. നാലാമതായി കോപം ഒരുവനെ നാശത്തിലേക്ക് നയിക്കും. അതായത് ഒരുവൻ കുഴിക്കുന്ന കുഴിയിൽ തന്നെ അവൻ വീഴും, അവൻ വെക്കുന്ന കെണിയിൽ തന്നെ അവൻ വീഴും. പ്രിയപ്പെട്ടവരെ, എസ്തേറിന്റെ പുസ്തകത്തിൽ അഹസേരൂസ് രാജാവിന്റെ ഉന്നതനായ ഉദ്യോഗസ്ഥനായിരുന്ന ഹാമാന്റെ വിദ്വേഷത്തെക്കുറിച്ചും അതിന്റെ ഫലമായി അവനുണ്ടായ ജീവഹാനിയെക്കുറിച്ചുമുള്ള ഒരു കഥ അവതരിപ്പിക്കുന്നുണ്ട്. മൊർദെഖായി എന്ന യഹൂദൻ ഹാമാനെ വണങ്ങുവാനായിട്ട് കൂട്ടാക്കിയില്ല. ഇതിൽ കോപാകുലനായ രോഷാകുലനായ ഹാമാൻ എല്ലാ യഹൂദരെയും നശിപ്പിക്കുന്നതിന് നിയമമുണ്ടാക്കുവാനായിട്ട് രാജാവിനെ പ്രേരിപ്പിച്ചു. എന്നാൽ എസ്തേർ രാജ്ഞി ഇടപെട്ട് ഹാമാന്റെ ഈ ഗൂഢാലോചനയെ തുറന്നു കാട്ടി. ഹാമാന്റെ അതിഹീനമായ ഈ ഗൂഢാലോചനയെ കുറിച്ചറിഞ്ഞ രാജാവ്
ഹാമാൻ മൊർദെഖായിക്ക് വേണ്ടി ഒരുക്കിയ തൂക്കുമരത്തിൽ ഹാമാനെ തന്നെ തൂക്കിലേറ്റി. പ്രിയപ്പെട്ടവരെ, അപരനോടുള്ള വിദ്വേഷം മൂലം നമ്മൾ ഒരുക്കുന്ന കെണികളിൽ, നമ്മൾ കുഴിക്കുന്ന കുഴികളിൽ നമ്മൾ തന്നെ വീഴുന്നത് അത് നമ്മൾ തന്നെയായിരിക്കുമെന്ന് നമ്മൾ ഓർക്കുന്നത് നല്ലതായിരിക്കും. ചിലരൊക്കെ മറ്റുള്ളവരുടെ വിദ്വേഷം മൂത്ത് കോടതികളിൽ കേസ് കളിക്കുന്നവരുണ്ടല്ലേ, ഉണ്ട്. പക്ഷെ ഒടുവിൽ കേസ് വാദിച്ച് എന്ത് സംഭവിക്കും? കയ്യിലുള്ളത് മുഴുവൻ തീരും. കയ്യിലുള്ളത് എല്ലാം നഷ്ടപ്പെടുത്തി കേസ് വാദിക്കും. പ്രിയപ്പെട്ടവരെ, തങ്ങളുടെ തന്നെ സൽപ്പേരിന് കളങ്കം ചാർത്തുകയാണ്, കുടുംബത്തിന്റെ സൽപ്പേര് നഷ്ടപ്പെട്ടു പോവുകയാണെന്ന് ഇവരൊരിക്കലും ഓർക്കാറില്ല. ഇങ്ങനെ കേസ് നടത്തി യാതൊരു വിലയുമില്ലാത്ത, ബഹുമാനവുമില്ലാത്തവരൊക്കെയായി അവർ മാറുന്നു. എന്നാലും അവരൊരിക്കലും പാഠം പഠിക്കുകയല്ല, ലോൺ എടുത്ത് കേസ് നടത്തും. കൊള്ളയെല്ലാം നഷ്ടപ്പെട്ട് ലോൺ എടുത്ത് വീണ്ടും കേസിന് പോകും. ഹല്ലേലൂയ, ഹല്ലേലൂയ. മൂടൽ മഞ്ഞു നിറഞ്ഞ ഒരു പ്രഭാതത്തിൽ ഒരാൾ ഒഴുക്കിനെതിരെ തന്റെ തോണി തുഴയുകയായിരുന്നു. അങ്ങകലെ എതിർദിശയിൽ നിന്ന് മറ്റൊരു തോണി അടുത്തു വരുന്നത് അയാളുടെ ശ്രദ്ധയിൽപ്പെട്ടു. വഞ്ചികൾ തമ്മിൽ കൂട്ടിമുട്ടാതിരിക്കാൻ അയാൾ സ്വരമുയർത്തി സൂക്ഷിക്കുവാനായിട്ട് മുന്നറിയിപ്പ് നൽകി. മറുഭാഗത്തുനിന്ന് യാതൊരു പ്രതികരണവും ഇല്ലാത്തതിനാൽ വളരെ ഉച്ചത്തിൽ സ്വരമുയർത്തി വഞ്ചി ദിശ മാറ്റിവിടാൻ അയാൾ ആജ്ഞാപിച്ചുകൊണ്ടിരുന്നു. എന്നിട്ടും പ്രിയപ്പെട്ടവരെ, പ്രതീക്ഷിക്കാത്തത് സംഭവിച്ചു. ആ വഞ്ചികൾ തമ്മിൽ കൂട്ടിമുട്ടി അത് ആടിയുലഞ്ഞു. കോപിച്ചലറിക്കൊണ്ട് അയാൾ മറ്റേ തോണിക്കാരനെ ദയയില്ലാതെ ശകാരിച്ചു, വായിൽ തോന്നിയതൊക്കെ വിളിച്ചു പറഞ്ഞു. എന്നിട്ടും യാതൊരു പ്രതികരണവുമില്ലാതിരുന്നപ്പോഴാണ് അയാൾ ശ്രദ്ധിച്ചത്. എന്താണ്? ആ തോണിയിൽ തുഴക്കാരനില്ലായിരുന്നു, തോണിയിൽ ആരുമില്ലായിരുന്നു. ആ തോണി കെട്ടഴിഞ്ഞ് തനിയെ താഴോട്ടൊഴുകുകയായിരുന്നു. മൂടൽ മഞ്ഞുകൊണ്ട് അയാൾക്ക് വഞ്ചിയിൽ ആരുമില്ലായിരുന്നത് കാണുവാനായിട്ട് സാധിച്ചില്ല. കോപം കൊണ്ട് കലിമൂത്ത അയാൾ തന്റെ കയ്യിലിരുന്ന തുഴ കൊണ്ട് മറ്റേ വഞ്ചിയിലേക്ക് ആഞ്ഞടിച്ചതും ആ തുഴ കണ്ടിച്ച് വെള്ളത്തിലേക്ക് ഒഴുകിപ്പോയതും ഒരുമിച്ചായിരുന്നു. അങ്ങനെ ആ കെട്ടുപൊട്ടിയ ആളില്ലാ വഞ്ചിയോടൊപ്പം അയാളുടെ നിയന്ത്രണമില്ലാത്ത വഞ്ചിയും നടുക്കയത്തിൽ ലക്ഷ്യമില്ലാതെ ഓളത്തിന് തൊഴുകിക്കൊണ്ടിരുന്നപ്പോൾ അയാൾ മനസ്സിലിങ്ങനെ വിചാരിച്ചു, മറ്റേ വഞ്ചിയോട് മാറാൻ, ദിശ മാറ്റിവിടാനായിട്ട് കോപിച്ചാജ്ഞാപിച്ച നേരത്ത് സ്വയം ശാന്തനായി തന്റെ വഞ്ചിയുടെ ദിശ മാറ്റിയിരുന്നെങ്കിൽ തനിക്ക് ഈ ദുർവിധി ഉണ്ടാകുമായിരുന്നില്ല. തനിക്ക് ഈ അപകടത്തിൽ നിന്ന് രക്ഷപ്പെടുവാൻ സാധിക്കുമായിരുന്നു. ഒടുവിൽ മൂടൽ മഞ്ഞിൽ ഒന്നും കാണാനാകാത്ത വിധം അയാളുടെ വഞ്ചി അങ്ങനെ ലക്ഷ്യമില്ലാതെ മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരുന്നു. പ്രിയപ്പെട്ടവരെ, കോപം മൂലം ചിലരൊക്കെ ഇങ്ങനെ ദുരന്തങ്ങളൊക്കെ ഇരന്നു വാങ്ങാറുണ്ട്. വഴിയെ പോകുന്ന ദുരന്തങ്ങളൊക്കെ കൈനീട്ടി ഇരന്നു വാങ്ങാറുണ്ട്. നമ്മുടെ മുൻവിധികൾ നമുക്കില്ലാത്ത ശത്രുക്കളുമായിട്ട് യുദ്ധം ചെയ്യുവാനായിട്ടൊക്കെ ഇടയാക്കും. ആളില്ലാ വഞ്ചിയിൽ ആളുണ്ടെന്നുള്ള ആ ഒരു മുൻവിധിയാണ് അയാളുടെ കോപത്തിന് കാരണമായത്. ഇതുപോലെ നമ്മുടെ ചില മുൻവിധികളും നമ്മുടെ ശരിയല്ലാത്ത കാഴ്ചപ്പാടുകളും അതുമൂലമുള്ള കോപം പല ദുരന്തങ്ങൾക്കും കാരണമാകാറുണ്ട്. പ്രിയപ്പെട്ടവരെ, മറ്റുള്ളവരെ മാറ്റുന്നതിന് പകരം സ്വയം മാറിയാൽ, ഒന്ന് മാറി ചിന്തിച്ചാൽ, നമ്മുടെ മുൻവിധിയൊന്ന് മാറ്റിയാൽ, കാഴ്ചപ്പാട് മാറ്റിയാൽ, കോപിക്കാനുള്ള സാഹചര്യവും അതിലൂടെ ഉണ്ടായേക്കാവുന്ന പല അനിഷ്ട സംഭവങ്ങളും നമുക്ക് ഒഴിവാക്കുവാനായിട്ട് സാധിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അഞ്ചാമതായിട്ട് പ്രിയപ്പെട്ടവരെ, കോപം ഒരുവനെ ശാരീരിക ബുദ്ധിമുട്ടിലേക്ക്, കഷ്ടതയിലേക്ക് നയിക്കുന്നു, രോഗത്തിലേക്ക് നയിക്കുന്നു.
1 രാജാക്കന്മാർ 13-ാം അധ്യായം 1 മുതൽ 6 വരെയുള്ള തിരുവചനങ്ങളിൽ ജെറോബോവാം രാജാവിന് സംഭവിച്ച ശാരീരിക ബുദ്ധിമുട്ടിനെ കുറിച്ച് നമ്മൾ വായിക്കുന്നു. തനിക്കെതിരെ താൻ ബഥേലിൽ സ്ഥാപിച്ച ബലിപീഠത്തിനെതിരെ ദൈവപുരുഷൻ പ്രവചിക്കുന്നത് കേട്ടപ്പോൾ ജെറോബോവാം എന്ന അഹങ്കാരിയായ രാജാവിന് അത് സഹിക്കുവാനായിട്ട് സാധിച്ചില്ല. തിളച്ചുമറിയുന്ന കോപത്തോടെ ദൈവപുരുഷന്റെ നേരെ കൈനീട്ടിക്കൊണ്ട് ആക്രോശിച്ചുകൊണ്ട് അവനെ പിടിക്കുവാനായിട്ട് കൽപ്പിച്ചു. രാജാവാണ്, പിടിക്കടാ അവരെ എന്ന് പറയും അല്ലേ? അപ്പൊ എന്ത് സംഭവിച്ചു? പ്രിയപ്പെട്ടവരെ, കോപത്തോടെ നീട്ടിയ രാജാവിന്റെ കൈക്ക് എന്ത് സംഭവിച്ചു? അവന്റെ കരം മടക്കാൻ പറ്റാത്ത വിധം മരവിച്ചുപോയി. തിരുവചനം പറയുകയാണ്. അതേ തുടർന്ന് കർത്താവിന്റെ കൽപ്പനയാൽ ദൈവപുരുഷൻ കൊടുത്ത അടയാളമനുസരിച്ച് ബലിപീഠം പിളർന്ന് ചാരം ഊർന്നു വീണു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്നേഹമുള്ളവരെ, കരം മടക്കാൻ കഴിയാതെ ഏറെ ബുദ്ധിമുട്ടിയ രാജാവ് ദൈവപുരുഷനോട് തന്നെ കേണപേക്ഷിച്ചു, നിന്റെ ദൈവമായ കർത്താവിനോട് എനിക്ക് വേണ്ടി ദയവായി പ്രാർത്ഥിക്കുക. അവിടുന്ന് എന്റെ കരം സുഖപ്പെടുത്തട്ടെ. അവൻ കർത്താവിനോട് പ്രാർത്ഥിച്ചു. രാജാവിന്റെ കരം പഴയതുപോലെയാണ്. പ്രിയപ്പെട്ടവരെ, കോപം മൂലം സംഭവിക്കുന്ന 2 മഹാദുരന്തങ്ങളെ കുറിച്ചാണ് ഈ വചനഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. ഒന്നാമതായിട്ട്, കോപം നമ്മെ ശാരീരിക ബുദ്ധിമുട്ടിലേക്ക്, അസ്വസ്ഥതകളിലേക്ക് നയിക്കുന്നു. രണ്ടാമതായിട്ട്, നമ്മുടെ അനുഗ്രഹത്തിന്റെ ബലിപീഠങ്ങളെ അത് തകർത്ത് കളയുന്നു. നമുക്ക് ലഭിക്കുവാനുള്ള അനുഗ്രഹങ്ങള് എടുത്തു കളയുകയാണ്, മാറിപ്പോവുകയാണ്. കോപിച്ചുകൊണ്ട് അരിശത്തോടെ ഭാര്യയെ തല്ലാൻ കരമുയർത്തുന്നവർ, അങ്ങനെയൊക്കെ ഉണ്ടായിപ്പ ഉണ്ട്? ഇല്ല, നിങ്ങൾ തീരുമാനിക്കും. കുടിച്ചിട്ട് വന്ന് മാതാപിതാക്കളോട് കയർത്ത് അവരെ ചവിട്ടാൻ കാലുപൊക്കുന്നവർ, മക്കളോട് കോപിച്ചവരെ ശപിക്കുവാനായിട്ട് അധരം തുറക്കുന്നവർ, അവരിനെതിരെ ഹൃദയത്തിൽ കോപം സൂക്ഷിക്കുന്നവർ, നെഞ്ചിൽ പകയും പ്രതികാരവും സൂക്ഷിക്കുന്നവർ, അങ്ങനെയുള്ളവരെല്ലാം ജെറോബോവാം രാജാവിന് സംഭവിച്ച കാര്യം ഓർമ്മയിൽ സൂക്ഷിക്കേണ്ടതാണ്. പ്രിയപ്പെട്ടവരെ, കോപിക്കുന്നവരുടെ ഉള്ളിൽ പ്രവേശിക്കുവാനായിട്ട് പലവിധ രോഗങ്ങൾ, ശാരീരിക അസ്വസ്ഥതകൾ അവരുടെ ഊഴവും കാത്ത് ക്ഷണിക്കപ്പെടാത്ത അതിഥികളായിട്ട് നമ്മുടെ ജീവിതത്തിന് മുമ്പിൽ ഇങ്ങനെ കാവൽ നിൽക്കുകയാണ്. അവരുടെ ടേൺ അനുസരിച്ച് കയറി കൂടുവാനായിട്ട്. കോപം രോഗത്തിലേക്ക് നയിക്കില്ലേ? നയിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, മാത്രമല്ല, കോപം മൂലം നമ്മുടെ കുടുംബത്തിലെ അനുഗ്രഹത്തിന്റെ ബലിപീഠങ്ങൾ തകർന്നു തരിപ്പണമാകുന്നുണ്ട് പലപ്പോഴും. ഈ ഒരു ദുരവസ്ഥ കൂടി നമ്മൾ കാണേണ്ടി വരും. എത്രയോ കുടുംബങ്ങളാണ് ചില വ്യക്തികളുടെ കോപം മൂലവും അതിന്റെ ഫലമായുണ്ടാകുന്ന മറ്റനർത്ഥങ്ങൾ മൂലവും കണ്ണുനീർ കുടിച്ചു കഴിയുന്നത്. കുടുംബ പ്രാർത്ഥന ചൊല്ലേണ്ട നേരത്ത് കുടുംബനാഥൻ മദ്യപിച്ച് വീട്ടിൽ വന്ന് ബഹളമുണ്ടാക്കുമ്പോൾ, അന്ന് വീട്ടിൽ കുടുംബ പ്രാർത്ഥന നടക്കാതെ വരുമ്പോൾ ആ കുടുംബത്തിന്റെ ബലിപീഠം, അനുഗ്രഹത്തിന്റെ ബലിപീഠം തകർന്നു പോകുകയാണ് ചെയ്യുന്നത്. നമുക്ക് ലഭിക്കേണ്ട ദൈവാനുഗ്രഹങ്ങൾ തടസ്സപ്പെടുകയാണ്. അതുപോലെ തന്നെ കുടുംബ പ്രാർത്ഥനയുടെ സമയത്ത് ജിമ്മിൽ പോകുന്നവർ, സായാഹ്ന സവാരിക്ക് പോകുന്നവർ, അല്ല ഈവനിങ് വാക്കിന് പോകുന്നവരൊക്കെ കുടുംബ പ്രാർത്ഥനയുടെ സമയത്ത് നമ്മുടെ ശ്രദ്ധ ടിവിയിലേക്കും മൊബൈലുകളിലേക്കും തിരിയുകയാണെങ്കിൽ ഓർക്കുക, ആ കുടുംബത്തിലെ അനുഗ്രഹത്തിന്റെ ബലിപീഠം അവിടെ തകർന്നു പോകുകയാണ്. ഞായറാഴ്ചകളിലും മറ്റ് കടമുള്ള ദിവസങ്ങളിലും ദിവ്യബലിയിൽ പങ്കെടുക്കാതെ
പരിശുദ്ധ കുർബാന സ്വീകരിക്കാതെ അന്നേ ദിവസം യാത്രകൾക്ക് വേണ്ടിയും മറ്റടിയന്തര ആവശ്യങ്ങൾക്ക് വേണ്ടിയൊക്കെ മാറ്റിവെക്കുമ്പോൾ ആ കുടുംബം കൃപകൾ ലഭിക്കുന്ന അനുഗ്രഹത്തിന്റെ ബലിപീഠം തകർത്തു കളയുകയാണ് ചെയ്യുന്നത്. ഒരു സംഭവം ഇങ്ങനെയാണ്. ഒരു കുടുംബനാഥൻ ദിവസവും ദേവാലയത്തിൽ എല്ലാ ദിവസവും ദിവ്യബലിക്ക് പോകും, വിശുദ്ധ കുർബാന സ്വീകരിക്കും, അതോടൊപ്പം തന്നെ മദ്യപിക്കുകയും ചെയ്യും. ഒരു ദിവസം ഭാര്യ ശകാരിച്ചുകൊണ്ട് പറഞ്ഞു, ദിവസവും കുർബാന സ്വീകരിക്കും, തനിക്ക് ഇങ്ങനെ കുടിക്കാൻ നാണമില്ലേ എന്ന് ചോദിച്ചു. അല്ലെ, കുർബാന സ്വീകരിക്കുക അതോടൊപ്പം തന്നെ കുടിക്കാൻ നിങ്ങൾക്ക് നാണമില്ലേ എന്ന് ചോദിച്ചു. ഭാര്യ പറഞ്ഞതിൽ കാര്യമുണ്ടെന്ന് അയാൾക്ക് തോന്നി. അയാളിപ്പോൾ ഞായറാഴ്ച പള്ളിയിൽ പോയാൽ കുർബാന സ്വീകരിക്കില്ല, കാരണം അന്ന് കുടിക്കുന്ന ദിവസമാണല്ലോ. അപ്പോൾ വിശുദ്ധ കുർബാന സ്വീകരിച്ചിട്ട് കുടിക്കണത് ശരിയല്ലല്ലോ. അപ്പൊ അതുകൊണ്ട് ദിവ്യബലിയിൽ ഞായറാഴ്ച കടപ്പെട്ട ദിവസം കുടിക്കുന്നതിന് വേണ്ടിയിട്ട് വിശുദ്ധ കുർബാന സ്വീകരിക്കാതിരിക്കുക. കുടിക്കാതിരുന്ന പ്രശ്നം, കുർബാന സ്വീകരിക്കാതിരുന്ന പിന്നെ പ്രശ്നമില്ലല്ലോ. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെയുള്ള കുടുംബനാഥന്മാർ കുടുംബത്തിന് ലഭിക്കേണ്ട അനുഗ്രഹങ്ങൾ തകർത്തു കളയുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു മലയാളി കുടുംബം, എല്ലാവരും സത്യക്രിസ്ത്യാനികളാണ്. അവർക്ക് ഡൽഹിയിലോട്ടും മറ്റു സ്ഥലങ്ങളിലേക്കും വിനോദയാത്രയ്ക്ക് പോകാൻ തരപ്പെട്ട് കിട്ടിയ സമയം എപ്പോഴാണെന്നറിയാമോ? ഹോളി വീക്കിലാണ്, വിശുദ്ധ വാരത്തിൽ. അതിനായിട്ട് അവർ നിശ്ചയിച്ച് ഉറപ്പിച്ച സമയം അതാണ്. ഇപ്പോൾ പോയില്ലെങ്കിൽ പിന്നീട് പോകാൻ പറ്റില്ല. കാരണം ഹോളി വീക്ക് എന്ന് പറയുമ്പോൾ ഓഫീസൊക്കെ അവധിയായിരിക്കും, കുട്ടികൾക്ക് ക്ലാസ് ഒന്നുമില്ല. അപ്പോൾ തരപ്പെട്ട് കിട്ടിയ സമയം അതാണ്. മറ്റൊരവസരത്തിലേക്ക് അവർക്ക് അത് സാധിക്കില്ല. അങ്ങനെ ഡൽഹിയിലെത്തി അവർ പെസഹ വ്യാഴാഴ്ച രാവിലെ ആഗ്രയിലേക്ക്, പെസഹ വ്യാഴാഴ്ച രാവിലെ ആഗ്രയിലേക്ക് താജ്മഹലൊക്കെ കാണുന്നതിന് വേണ്ടിയിട്ട് അവർ അങ്ങനെ യാത്രയായി. അവർ 1 മണിക്കൂർ അങ്ങനെ സഞ്ചരിച്ച കാറ് മറ്റൊരു ട്രക്കിന്റെ പിന്നിൽ പോയി ഇടിച്ചു. അത് ഭയങ്കരമായൊരു ഇടിയായിരുന്നു. കാറ് മുഴുവനായിട്ട് തകർന്നു. ആളപായമൊന്നും സംഭവിച്ചില്ലെങ്കിലും ഇടിയുടെ ആഘാതത്തിൽ എല്ലാവർക്കും നടുവിനൊക്കെ ക്ഷതമേറ്റ്, മുട്ടിനൊക്കെ ക്ഷതമേറ്റ്, അങ്ങനെ പരിക്കെല്ലാം പറ്റി. ആ ഹോളി വീക്കിൽ അവർക്ക് ആശുപത്രിയിൽ കഴിയേണ്ടി വന്നു. അങ്ങനെ അവരുടെ വിനോദയാത്ര ഒരു വിലാപയാത്രയായിട്ട് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ പൈസയൊക്കെ തീർന്ന് വീട്ടിലേക്ക് വിലാപയാത്രയായിട്ട് പോകേണ്ടി വന്നു. പ്രിയപ്പെട്ടവരെ, പറഞ്ഞു വരുന്നത് ദൈവിക കാര്യങ്ങൾക്കും അതിനുവേണ്ടി നിശ്ചയിക്കപ്പെട്ടിരുന്ന സമയത്തിനും കാലത്തിനും പ്രാധാന്യം നൽകാതെയുള്ള നമ്മുടെ ഇത്തരം പ്രവൃത്തിയിലൂടെ നമ്മൾ തകർത്തു കളയുന്നത് അനുഗ്രഹത്തിന്റെ ബലിപീഠമാണ്. അനുഗ്രഹങ്ങളുടെ സ്രോതസ്സാണ് നമ്മൾ അടച്ചു കളയുന്നത്. നമ്മുടെ പ്രവർത്തികൾ ദൈവാനുഗ്രഹം കുടുംബത്തിലേക്ക് ഇറക്കിക്കൊണ്ടുവരുന്നതാകണം. ഒരുമിച്ച് വിളിക്കാം, ഈശോയേ. സ്നേഹത്തോടെ വിളിക്കാം, കോപം വിട്ടുപേക്ഷിച്ചുകൊണ്ട് വിളിക്കാം. കുടുംബത്തിന് അനുഗ്രഹം വേണമെന്ന് ആഗ്രഹത്തോടെ വിളിക്കാം. കുടുംബാംഗങ്ങളെ സമർപ്പിച്ചുകൊണ്ട് വിളിക്കാം. ജീവിത പങ്കാളിയെ, മക്കളെ സമർപ്പിച്ചുകൊണ്ട് വിളിക്കാം. നമ്മുടെ മനസ്സ് വിശുദ്ധീകരിക്കപ്പെടണമെന്ന ആഗ്രഹത്തോടെ വിളിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ആറാമതായിട്ട് കോപിക്കുന്നവർക്ക് ദൈവത്തിന്റെ കരുണ കാണുവാനായിട്ട് കഴിയുകയില്ല. കോപിക്കുന്നവർക്ക് ദൈവകരുണയെ കാണുവാനായിട്ട് സാധിക്കില്ല. ഉദാഹരണമായിട്ട് നമ്മൾ യോനാ പ്രവാചകന്റെ ചരിത്രം നമുക്കറിയാം. ദൈവത്തിനെതിരെയാണ് യോനാ പ്രവാചകൻ കോപിച്ചത്. ദൈവം നിനവേ നിവാസികളോട് കരുണ കാണിച്ചതാണ് അവന്റെ കോപത്തിന് കാരണം. കോപത്താൽ തിളച്ചുമറിയുന്ന പ്രവാചകന് ദൈവകരുണയുടെ ആഴവും അർത്ഥവും ഗ്രഹിക്കുവാനായിട്ട് സാധിക്കുന്നില്ല. അവനൊരു തരം ആത്മീയ അന്ധതയാണ് ബാധിച്ചത്. അവൻ ഒറ്റ കാര്യം നടന്നാൽ മതി, നിനവേ നിവാസികള് നശിപ്പിക്കപ്പെടണം. അയാൾക്ക് വേറെ ഒന്നും വേണ്ട, ഒന്നും അറിയേണ്ട കാര്യമില്ല. ഹൃദയത്തിൽ കോപം കൊണ്ട് നടക്കുന്ന വ്യക്തികൾ അങ്ങനെയാ.
ഞങ്ങൾക്കിഷ്ടമില്ലാത്തവര്, അത് നമ്മുടെ വീട്ടുകാരായാലും നമ്മുടെ ബന്ധുക്കാരായാലും, അവരൊക്കെ നശിപ്പിക്കപ്പെടണം. അല്ലേ? അല്ല. പ്രിയപ്പെട്ടവരെ, കോപം നമ്മെ ദൈവത്തിന്റെ കരുണയെ കാണാൻ പറ്റാത്ത വിധം അന്ധരാക്കി മാറ്റുന്നു. അതുപോലെ ദൈവത്തോട് കോപിക്കുന്ന ചിലരുണ്ട്. ദൈവവുമായിട്ട് പോലും അനുരഞ്ജനപ്പെടാൻ സാധിക്കാതെ പോകുന്ന അവരുടെ മനസ്സ് എത്രമാത്രം കഠിനമായിരിക്കുമെന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. ഒരു സംഭവം, ഒരാള് ഒരു മരണവാർത്ത അറിയിക്കുവാനായിട്ട് മരിച്ചയാളുടെ വീട്ടിലേക്ക് പോവുകയാണ്. ഒരു അപകടമരണമാണ്. അപ്പൊ വീട്ടിൽ അറിയിക്കണം. അങ്ങനെ മരിച്ചയാളുടെ വീട്ടിൽ ചെന്ന് അറിയിച്ചപ്പോൾ മരിച്ചയാളിന്റെ സഹോദരൻ നേരെ പള്ളിക്ക് നേരെ തിരിഞ്ഞ് ദൈവത്തെ അധിക്ഷേപിക്കുകയും ശാപവാക്കുകൾ അലറുകയും ഒക്കെയാണ് ചെയ്തത്. അങ്ങനെ ഒരു സംഭവം ഉണ്ടായതായിട്ട് ആ പള്ളിയിലെ വികാരിച്ചൻ പറഞ്ഞതായിട്ട് ഓർക്കുന്നുണ്ട്. അപ്പോൾ അയാൾക്ക് ദൈവത്തിനെതിരായിട്ട് കോപിക്കുന്നവരുണ്ട്, ദൈവവുമായിട്ട് അനുരഞ്ജനപ്പെടാൻ കഴിയാതെ പോകുന്നവരുണ്ട്. അവ ദൈവത്തിന്റെ കരുണയെ മറന്നു പോവുകയാണ്, ദൈവം നൽകുന്ന അനുഗ്രഹങ്ങളേക്ക് മറന്നു പോവുകയാണ്. ദൈവത്തിന്റെ കരുണയെ, ദൈവത്തിന്റെ പദ്ധതികളെയൊക്കെ അവർക്കൊരിക്കലും തിരിച്ചറിയാനായിട്ട് സാധിക്കുന്നില്ല. അവരെപ്പോഴും ചിന്തിക്കുന്നത് പോലും കോപിച്ചുകൊണ്ടാണ്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഈശോയേ, അങ്ങയുടെ കരുണയിൽ ഞങ്ങൾ ആശ്രയിക്കുന്നു. ഞങ്ങളെ എളിമയുള്ളവരാക്കണമേ. ഈശോയേ, അങ്ങയുടെ സ്നേഹത്തിൽ ഞങ്ങൾ ആശ്രയിക്കുന്നു. ഞങ്ങളെ സ്നേഹമുള്ളവരാക്കണമേ. ഈശോയേ, അങ്ങയുടെ നന്മയിൽ ഞങ്ങൾ ആശ്രയിക്കുന്നു. ഞങ്ങളെ നന്മയുള്ളവരാക്കണമേ. ഈശോയേ, അങ്ങയുടെ ശാന്തതയിൽ ഞങ്ങൾ ആശ്രയിക്കുന്നു. ഞങ്ങളുടെ കോപം എടുത്തു മാറ്റണമേ. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. പ്രിയപ്പെട്ടവരെ, ഏഴാമതായിട്ട് അവസാനത്തേതാണ്.